മലക്കില്ല, ഒരു ജിന്നില്ല, ഒരു അധികാരിയില്ല, ഒരു തെമ്മാടിയില്ല, ഒരു സൃഷ്ടിയുമില്ല. ആ രൂപത്തിൽ അല്ലാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരുണ്യം നമുക്ക് ദുനിയാവിൽ വെച്ച് നൽകുന്നത് അല്ലാഹുവിൻ്റെ 100% നിന്ന് 1% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അല്ലാഹു നൽകുന്നത് ആഖിറത്തിൽ വെച്ചാണ്. അതുകൊണ്ട് ആഖിറം കിട്ടാൻ വേണ്ടി നിങ്ങൾ നന്നായി അധ്വാനിക്കണം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും കാരുണ്യത്തിലേക്കും നിങ്ങൾ ഉണരുവീൻ. അല്ലാഹുവിന്റെ സ്വർഗീയ ഭവനം ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ളതാണ്. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ആ മുത്തഖീങ്ങളിൽ തന്നെ പല കാറ്റഗറികളിലായി അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അവന്റെ കാരുണ്യങ്ങൾ. അല്ലാഹു മറ്റൊരു ആയത്തിൽ പറഞ്ഞില്ലേ, വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അവൻ ഉദ്ദേശിച്ചവരെ അവൻ പ്രത്യേകമാക്കുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. അവൻ മഹത്തായ ഔദാര്യം ചെയ്യുന്നവനാണ്. ഈ ആയത്ത് സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം അത് ഈമാനുള്ളവർക്ക് അല്ലാഹു നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, വകാന ബിൽ മുഅ്മിനീന റഹീമാ. അല്ലാഹു ഈമാനുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിശ്വസിക്കുകയും ആ ദീന് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഖൽബിലുള്ള ഈമാൻ. ആ ഈമാനിന്റെ വിളക്ക് കെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന വലിയൊരു കാരുണ്യമാണ്, റഹ്മത്താണ്. അതാണ് ഖുർആൻ പറയുന്നത്, വകാന ബിൽ മുഅ്മിനീന റഹീമാ. അല്ലാഹു ഈമാനുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നവനാണ്. ഇനിയോ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയാൽ മാത്രമേ നമ്മൾ നന്നാവുകയുള്ളൂ. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു. അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ ഔദാര്യവും നിങ്ങളുടെ മേലിൽ ഇല്ലായിരുന്നുവെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ. നിങ്ങളിൽ ഒരിക്കലും ഒരാളും സംശുദ്ധരാവുകയില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ നന്നാവണം എന്നൊരു ചിന്ത വരുന്നത് അള്ളാഹു തരുന്നൊരു റഹ്മത്താണ്. നമുക്ക് ഖുർആൻ ഓതണം എന്നൊരു ചിന്ത വരുന്നത് അള്ളാഹ് തരുന്ന റഹ്മത്താണ്. അല്ലെങ്കിലോ തിന്മയിലേക്ക് പോകട്ടെ എന്ന് അള്ളാഹു എങ്ങാനും നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തന്നാൽ അത് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാത്തതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു കള്ളു കുടിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹു മറ്റു വഴിയിലൂടെ റഹ്മത്ത് അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകമായ ഈമാനികമായ റഹ്മത്ത് കിട്ടാത്തത് അവൻ ആ ഒരു തെറ്റിലേക്ക് പോകുന്നത് കൊണ്ടാണ്, ആ ഭാഗത്തുള്ള റഹ്മത്ത് കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷേ ഒരു കള്ളുകുടിയൻ പെട്ടെന്ന് എനിക്ക് തൗബ ചെയ്ത് നന്നാവണമെന്ന് ചിന്തിച്ചാലോ അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കാരുണ്യം ലഭിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ. അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ റഹ്മത്തും നിങ്ങളിലേക്ക് ലഭിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് നന്നാവണമെന്നൊരു ചിന്ത വരുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ ക്ലാസ്സിലും വരുന്നത്, ക്ലാസ് എടുക്കുന്നത് നമ്മൾ നന്നാവണം എന്നൊരു ചിന്ത കൊണ്ടാണ്. അത് അള്ളാഹു തരുന്നൊരു റഹ്മത്ത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് അവന്റെ റഹ്മത്ത് മാറിക്കോരി ചൊരിഞ്ഞു തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യം ലഭിച്ചവരെ ഖുർആൻ വിശേഷിപ്പിക്കുകയാണ്, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യം ലഭിച്ച ആളുകൾ, അവർക്ക് അള്ളാഹുവിലേക്കുള്ള, അതാണ് പറയുന്നത് വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, നിങ്ങളിലേക്ക് അള്ളാഹു ഈമാനിനെ സ്നേഹമുള്ളതാക്കി. ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, ഹബ്ബബ സ്നേഹമുള്ളതാക്കി, ഇലൈക്കും നിങ്ങളിലേക്ക്, അൽ ഈമാൻ ഈമാനിനെ സ്നേഹമുള്ളതാക്കി, വസയ്യനഹു ഫീ ഖുലൂബികും നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഭംഗിയുള്ളതാക്കി.
വകറഹ ഇലൈകുമുൽ കുഫ്ര, അവിശ്വാസം, കുഫ്രിയത്ത്, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വെറുപ്പുള്ളതാക്കി. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് നന്നായി വെറുപ്പ് വേണം. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അവരെ ആഘോഷിച്ചു കൊള്ളട്ടെ, അവരെക്കാളും വലിയ സ്റ്റാർ നമ്മുടെ വീട്ടിൽ നമ്മൾ തൂക്കാൻ പാടില്ല. ഒരു ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോ ഇന്നാലില്ല നമ്മുടെ കുട്ടികളെ പൊട്ടും തൊട്ടിട്ട് അവരുടെ വേഷം അണിയിച്ചിട്ട് ഒരു ശ്രീകൃഷ്ണ കുട്ടിയെ ആക്കിയിട്ട് പറഞ്ഞയക്കുന്നത് നമ്മുടെ മക്കളാണ് കൂടുതലും. ഇന്നാലില്ല അത്തരം പരിപാടികൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എന്ത് ചെയ്യണം, എന്ത് പാലിക്കണം എന്നൊന്നും ഒരു ചിന്തയും ഇല്ലാതെ നമ്മളിങ്ങനെ ദുനിയാവിന്റെ പളപളപ്പിൽ നമ്മൾ മതിമറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത്തരം തെറ്റുകുറ്റങ്ങളിലേക്കൊന്നും പോകരുത്. വല്ലവരും പോയിട്ടുണ്ടെങ്കിൽ, വല്ലവരും സ്റ്റാർ തൂകിയിട്ടുണ്ടെങ്കിൽ, വല്ലവരും തന്റെ മക്കളെ, തന്റെ കുട്ടികളെ അത്തരം പരിപാടിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നന്നായി തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങണം. അതാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രത്യേക കാരുണ്യം ലഭിച്ചവരുടെ അടയാളം എന്താണെന്നറിയോ? ഈമാനിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു സ്നേഹമുള്ളതാക്കി, അത് ഭംഗിയുള്ളതാക്കി. അവിശ്വാസത്തെ നിങ്ങൾക്ക് നല്ല വെറുപ്പുള്ളതാക്കി. വൽ ഫുസൂഖാ, തമ്മാടിത്തരങ്ങൾ, തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുമ്പോ അത് വെറുപ്പുള്ളതാക്കി. വൽ ഇസ്യാൻ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിലേക്ക് പോകുമ്പോൾ മോനെ അത് പാടില്ലാതെ ചെയ്യരുത് എന്നൊരു ബോധം തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ റഹ്മത്ത് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഉലൈക ഹുമുർ റാഷിദൂൻ, അത്തരം ആളുകളാണ് സന്മാർഗം സിദ്ധിച്ച ആളുകൾ. എന്നിട്ട് പറയുന്നു ഫളം മിനല്ലാഹി വ നിഅമ വല്ലാഹു അലീമുൻ ഹകീം. അത് അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഔദാര്യവും അതുപോലെ തന്നെ അനുഗ്രഹവും അത് ലഭിച്ചത് കൊണ്ടാണ്. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു അറിയുന്നവരും തന്ത്രജ്ഞാനിയുമാണ്. എന്നിട്ട് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ച വിഭാഗങ്ങളെ എണ്ണുകയാണ്. അതിൽ ഒന്നാണ് നുബുവത്തിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾ. ആ നുബുവത്തിന്റെ അനുഗ്രഹം ലഭിച്ചവരാരാണ്? അൽ അംബിയ, അവർ അംബിയാക്കളാണ്. ഒരു സമൂഹത്തിൽ ഒരു നബി വരിക എന്ന് ഒരു വ്യക്തിക്ക് ആ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഒരു അനുഗ്രഹമാണ്. അതിനെ സംബന്ധിച്ച് സൂറത്ത് മറിയമിലെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, വവഹബിനാ ലഹു മിർ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ നമ്മൾ റഹ്മത്ത് കൊടുത്തു. അതാണ് വവഹബിനാ ലഹു മിർ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയാ. ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ നമ്മൾ നബിയാക്കി നിശ്ചയിച്ചു. അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു റഹ്മത്താണ്. അപ്പൊ നബിയാവുക എന്നുള്ളത് ഒരു റഹ്മത്താണ്. അത് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അത് ലഭിച്ചുപോയി. അവസാനത്തെ നബിയായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വന്നു കഴിഞ്ഞു. ഇനി അതിന്റെ ശേഷം ഒരു നബിയില്ല. ഇനി രണ്ടാമത്തെ വിഭാഗം കറാമത്തിന്റെ അനുഗ്രഹം ലഭിച്ചവരാണ്. അത് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കിട്ടിയ ഭാഗ്യമാണ്. മറ്റൊന്ന് സിദ്ദീഖീങ്ങളാണ്. സിദ്ദീഖീങ്ങൾ അതും വലിയൊരു പദവിയുള്ള ആളുകളാണ്. ശുഹദാക്കൾ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പവറാണ്. സ്വാലിഹാവുക അതും അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. എന്നിട്ടോ അവസാനം പറയുന്നു, ഇനി യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുക. അത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. യഥാർത്ഥ മുഅ്മിനായി ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പദവികൾ കിട്ടും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അല്ലാഹു വിരോധിച്ചത് മുഴുവനും ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കി മുഅ്മിനായി ജീവിക്കുമ്പോഴോ അതിൻ്റെ ഒരു സുഖം മറ്റൊരു സുഖമാണ്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരും നിന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലില്ലാഹി മിഅത്തു റഹ്മ.
അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. നമ്മൾ പറഞ്ഞു 100 റഹ്മത്തുണ്ട് എന്ന് പറഞ്ഞാൽ 100 മാത്രം എന്നല്ല, 100% എന്നതാണ്. അതിന്റെ വിശദീകരണം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ടോ അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദ, അവയിൽ നിന്നും ഒരു റഹ്മത്ത് മാത്രം, അഥവാ 1% മാത്രം അള്ളാഹു ഇറക്കി. ബൈനൽ ഇൻസി വൽ ജിന്നി വൽ ഹവാമി, ബൈനൽ ഇൻസി മനുഷ്യർക്കിടയിൽ, വൽ ജിന്നി ജിന്നുകൾക്കിടയിൽ, വൽ ഹവാം, ഹവാം ഹവാം എന്ന് പറഞ്ഞാൽ അത് മൃഗങ്ങൾ എന്നൊരർത്ഥമുണ്ട്, മൃഗങ്ങൾക്കിടയിൽ. എന്നിട്ട് പറയുന്നു ഫബിഹാ യതആതഫൂന വബിഹാ യതറഹമൂന, അതുകൊണ്ട് അവർ പരസ്പരം മയം ചെയ്യുന്നു, പരസ്പരം ലുത്ഫ് കാണിക്കുന്നു, കാരുണ്യം പ്രകടിപ്പിക്കുന്നു. വബിഹാ തഅതിഫുൽ വഹ്ശു അലാ ഔലാദിഹാ, അതുകൊണ്ട് വന്യമൃഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളോട് വാത്സല്യം കാണിക്കുന്നു. നമ്മള് വനങ്ങളിലോ അതുപോലെ തന്നെ മൃഗങ്ങളെ കുറിച്ച് കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു കടുവയെ കണ്ടാൽ, ഒരു പുലിയെ കണ്ടാൽ നമുക്ക് പേടിയാകുന്നു. എന്നാൽ കടുവയുടെയോ സിംഹത്തിന്റെയോ കുട്ടിയോട് അവർ എത്രമാത്രം മയത്തിലാണ് അവർ പെരുമാറുന്നത്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. എന്നാൽ 99 റഹ്മത്തും അല്ലാഹു മാറ്റി വെച്ചത്, പിന്തിച്ചു വെച്ചത് ഇലാ യൗമിൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിലേക്കാണ്. ആ ഖിയാമത്ത് നാളിൽ അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നതോ യർഹമു ബിഹാ ഇബാദഹു, അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾക്കാണ്. അല്ലാഹു ആ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നിട്ട് നമ്മോട് ഓരോന്നും ചിന്തിക്കാനും ആലോചിക്കാനും പറയുകയാണ്. ഈ റഹ്മത്തുകളൊക്കെ അള്ളാഹു ഈ ദുനിയാവിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും, പക്ഷികളെ നിങ്ങൾ കാണുന്നില്ലേ? ഈ പക്ഷികളെ അള്ളാഹു പോറ്റി വളർത്തുന്നില്ലേ? അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആ പക്ഷികളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവർക്ക് ഹൈ സ്പീഡിൽ പറക്കാനുള്ള 2 ചിറകുകളെ അള്ളാഹു നൽകുകയാണ്. 2 ചിറകുകളെ കൊണ്ട് അവരിങ്ങനെ പറക്കുകയാണ്. പക്ഷേ അവർക്കുള്ള ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചത് ചില മരക്കൊമ്പുകളിലാണ്. ആ മരക്കൊമ്പുകളിൽ പോയി ഇരിക്കും. വല്ല ഫലവൃക്ഷങ്ങളുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ അവർ പോയിട്ട് കൊത്തുകയാണ്. അപ്പൊ ഉദാഹരണത്തിന് ഒരു ചക്ക നന്നായി പഴുത്തു, അതിൽ പോയി ഒരു പക്ഷി പോയിട്ട് കൊത്തുകയാണ്. അല്ലെങ്കിൽ ഒരു കർമൂസ അത് പഴുത്തിട്ടുണ്ട്, അതിൽ പോയിട്ടൊരു പക്ഷി പോയിട്ട് കൊത്തി, എന്നിട്ട് അത് പക്ഷി കൊത്തി അതിന്റെ വിഷപ്പടച്ചു. എന്നാലോ പടച്ചറപ്പിന്റെ കാരുണ്യം നോക്കൂ, ആ പക്ഷിയെ അല്ലാഹു വളർത്തുകയാണ്. അതോടൊപ്പം ഈ വൃക്ഷം ആരാണോ നട്ടത് അവനും അല്ലാഹു കൂലി കൊടുക്കുകയാണ്. അപ്പൊ ഒരു പിലാവിന്റെ തൈ നമ്മൾ വെച്ചു, ആ പ്ലാവിൽ നിന്ന് ആ പ്ലാവ് വലുതായി, ഒരു ചക്ക നന്നായി പഴുത്തു. ആ പഴുത്ത ചക്കയിൽ നിന്ന് ഒരു പക്ഷി ഭക്ഷിച്ചാൽ ആ പക്ഷിക്ക് അല്ലാഹു തീറ്റ കൊടുത്ത് പക്ഷിയെ വളർത്തുന്നതോടൊപ്പം ആ പ്ലാവ് നട്ട മനുഷ്യന് അല്ലാഹു കൂലി കൊടുക്കുന്നു. കറുമൂസ നട്ട മനുഷ്യന് അല്ലാഹു കൂലി കൊടുക്കുന്നു. അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അതേ രൂപത്തിൽ മനുഷ്യനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യരോട് തന്നെ പറയുകയാണ്, ഓ മോനെ, പ്രസവിച്ച ഉടനെ കുഞ്ഞിന് മുലപ്പാൽ നൽകണം. അല്ലാഹു പോറ്റി വളർത്തുകയാണ്. കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള മുലപ്പാൽ അല്ലാഹു ഫിറ്റ് ചെയ്തത് അത് പുരുഷന്റെ മാറിടത്തിലല്ല, അത് ഉമ്മയുടെ മാറിടത്തിലാണ്. നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, എന്തുകൊണ്ടാണ് ഉമ്മയുടെ മാറിടത്തിൽ അല്ലാഹു അത് ഫിറ്റ് ചെയ്യാതിരുന്നത്? കാരണം അധ്വാനിച്ച് ഭാര്യയ്ക്ക് ചെലവ് കൊണ്ടുപോയി കൊടുക്കേണ്ടത് അത് പുരുഷനാണ്, അത് ഭർത്താവാണ്. ഭാര്യ സുഖമായി വീട്ടിലിരിക്കട്ടെ, ആ ഭാര്യയ്ക്ക് വേണ്ട ചെലവുകൾ മുഴുവനും കൊടുക്കേണ്ടത് ഭർത്താവാണ്. എന്തൊരു മതമാണ് വിശുദ്ധ ഇസ്ലാം! സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പലരും ചാനലുകളിലൂടെ പറയുമ്പോൾ അവരിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, പുരുഷന് പോയിട്ട് അധ്വാനിച്ച് ഭാര്യയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് ഭർത്താവിന്റെ ചുമതലയാണ്. എത്രമാത്രം സുരക്ഷിതമായി വളർത്തുന്ന മതമാണ് ഇസ്ലാം. ആ ഇസ്ലാം നിങ്ങൾ നോക്കൂ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു, ബഹുമാനം നൽകുന്നു. നമ്മൾ പറഞ്ഞ വിഷയം, അപ്പോൾ ഉപ്പ പോകുന്നിടത്തേക്കെല്ലാം മുലപ്പാല് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഉപ്പ
ഉപ്പ പോകുന്നിടത്തെല്ലാം ഈ ചെറിയ പിഞ്ചുകുട്ടിയെയും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഉപ്പമാർ പലരും പല ജോലിയിലായിരിക്കുമല്ലോ. ചിലപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ ആ മനുഷ്യൻ ഓട്ടോറിക്ഷയിലായിരിക്കും, ഒരു കാർ ഡ്രൈവർ ആണെങ്കിൽ കാറിലായിരിക്കും, അല്ലെങ്കിൽ ആ മനുഷ്യൻ ചുമട്ട് തൊഴിലാളിയായിരിക്കും, അല്ലെങ്കിലോ ചപ്പാത്തി കമ്പനിയിലായിരിക്കും, അല്ലെങ്കിൽ തെങ്ങിന്റെ മുകളിലായിരിക്കും, അല്ലെങ്കിലോ വാർപ്പിന്റെ പണിക്കാരനായിരിക്കും, അല്ലെങ്കിൽ പടവിന്റെ പണിക്കാരനായിരിക്കും, അല്ലെങ്കിൽ തേപ്പിന്റെ പണിക്കാരനായിരിക്കും, അല്ലെങ്കിലോ പെയിന്റർ ആയിരിക്കും, അല്ലെങ്കിൽ ടയർ പഞ്ചർ നിറക്കുന്നു അത് നിറച്ചുകൊണ്ടായിരിക്കും അവരുടെ മൈഷത്ത് പോറ്റുന്നത്. ചിലപ്പോൾ വിദേശത്തായിരിക്കും, ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലായിരിക്കും, ചിലപ്പോൾ മത്സ്യം പിടിക്കാൻ വേണ്ടി കടലിലായിരിക്കും, ചിലപ്പോൾ എന്നെ പോലെയുള്ളവർ പള്ളിയിലോ മദ്രസയിലോ ആയിരിക്കും, അല്ലെങ്കിലോ ജ്വല്ലറിയിലായിരിക്കും, ടെക്സ്റ്റൈൽസിലായിരിക്കും. ഇവർക്കൊക്കെ അവർ പോകുന്ന സ്ഥലത്തേക്ക് ഈ കുട്ടിയെയും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെറിയ കുട്ടിക്ക് പാല് നൽകിയിട്ടുള്ളത്, പാല് സംവിധാനിച്ചിട്ടുള്ളത്, കുട്ടി കരഞ്ഞാൽ കുട്ടിയുടെ കരച്ചിൽ മാറ്റാനും പാല് കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله. നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്നും ജാഹിലിയ്യ കാലത്ത് സ്ത്രീകൾ പുറത്തിറങ്ങിയതുപോലെ നിങ്ങൾ പുറത്തിറങ്ങരുത് എന്നും നിർദ്ദേശിക്കപ്പെട്ട സ്ത്രീകളുടെ മാറിടത്തിൽ അല്ലാഹു കുഞ്ഞിനുള്ള പാല് ഫിറ്റ് ചെയ്തു. ജോലിയെടുക്കേണ്ടത് പുരുഷനാണ്. ആ പുരുഷൻ ജോലിയെടുത്ത് ആ സ്ത്രീക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹു നൽകുന്നത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. എന്നിട്ടോ മനുഷ്യന്റെ ഓരോ അവയവം എടുത്ത് പരിശോധിച്ചാലും അല്ലാഹുവിന്റെ അനുഗ്രഹം വളരെ വ്യക്തമാക്കി തരുകയാണ്. എന്നിട്ട് മഹാന്മാർ പറയുകയാണ്, മോനെ നിന്റെ കൈ എന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഈ കൈ നമ്മുടെ ആവശ്യത്തിനും മറ്റുള്ളവരുടെ ആവശ്യത്തിന് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയാണ്. നമുക്ക് മറ്റൊരാളെ സഹായിക്കണമെങ്കിൽ ഈ കൈ വേണം, നമ്മുടെ ശരീരത്തിനെ സഹായിക്കണമെങ്കിൽ ഈ കൈ വേണം. നമുക്ക് അടുത്തുള്ള സാധനം എടുക്കാൻ കഴിയുന്നു, അതുപോലെ തന്നെ വിദൂരത്തുള്ള സാധനവും എടുക്കാൻ കഴിയുന്നു. അങ്ങനെ അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ള കൈ, ഈ കൈപ്പള്ള ഒന്ന് നോക്കൂ മനുഷ്യ, അതിന്റെ വിരലുകൾ മടക്കാൻ കഴിയുന്നു, നിവർത്താൻ കഴിയുന്നു. കൈപ്പള്ളയുടെ കെടുപ്പുണ്ടല്ലോ അതിങ്ങനെ ലൂസാക്കാൻ കഴിയുന്നു. അതിനാലോ ഇതിങ്ങനെ ലൂസാക്കാൻ കഴിയുന്നത് കൊണ്ടാണല്ലോ ഭക്ഷണം ഉരുളയാക്കിയിട്ട് അത് നമ്മുടെ വായിലേക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടി നമുക്ക് അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. അതിനുള്ള സൗകര്യം അല്ലാഹു ഈ കൈപ്പള്ളയിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊരു മനോഹരമാണ് ഈ കൈയിന്റെ പ്രയോഗം, എന്തൊരു മനോഹരമാണ് ഈ കൈയിന്റെ ഉപയോഗം. ഈ കൈ ഒരു പലക പോലെയാണ് എങ്കിൽ ഓ മനുഷ്യ, നീ മത്സ്യം കഴിക്കലെങ്ങനെ? നിന്റെ മുമ്പിൽ നല്ലൊരു മത്സ്യം പൊരിച്ചു കൊണ്ട് വന്നു വെച്ചു, നീ അതിലെ മുള്ളെങ്ങനെ എടുത്തു മാറ്റും? നീ എങ്ങനെയാണ്, ഇതൊരു പലക പോലെയാണെങ്കിൽ ഈ കയ്യിലേക്ക് എങ്ങനെയാണ് നീ മത്സ്യം എടുത്തു വെക്കുക? മഹാന്മാർ നമ്മോട് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്, ഒരു ചിക്കൻ പീസ് എടുത്തുകൊണ്ട് നീ എങ്ങനെ കഴിക്കാൻ കഴിയും? നിനക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ. ഒരു പഴം കിട്ടിയാൽ ആ പഴം എങ്ങനെ നിനക്ക് തൊലിക്കാൻ കഴിയും? എന്നാൽ ഈ കൈ അല്ലാഹു തന്ന ഒരു അനുഗ്രഹമാണ്. ഈ കൈ ഉള്ളത് കൊണ്ടല്ലേ മോനെ നീ മരത്തിൽ കയറുന്നത്, നീ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നത് ഈ കൈ ഉള്ളത് കൊണ്ടല്ലേ. ഒരു ഫോം കിട്ടിയാൽ അത് പൂരിപ്പിക്കാൻ കഴിയുന്നത് ഈ കൈ കൊണ്ടല്ലേ. നീ ബാത്റൂമിൽ പോയി നിനക്ക് ഷവർ തിരിക്കാൻ കഴിയുന്നത് കൈ കൊണ്ടല്ലേ. സോപ്പ് തേക്കാൻ കഴിയുന്നത് ഈ കൈ കൊണ്ടല്ലേ. നീ ബാത്റൂമിൽ പോയി മറക്കിരുന്നു, നിനക്ക് വൃത്തിയാക്കാൻ കഴിയുന്നത് പടച്ചറപ്പ് ഈ കൈ തന്ന ഈ സൗകര്യം കൊണ്ടല്ലേ. നീ ഒന്ന് ചിന്തിക്കണേ, ഇത് അല്ലാഹു തന്നൊരു റഹ്മത്താണ്. വീണ്ടും എണ്ണുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഭക്ഷണം കഴിക്കുന്ന നിന്റെ തൊള്ളയില്ലേ, വായയില്ലേ, ആ വായയിലേക്ക് നീ ഒന്ന് നോക്കൂ. വായുടെ മുകൾ ഭാഗത്തും
പല്ലുണ്ട്, താഴ്ഭാഗത്തും പല്ലുണ്ട്. ഈ രൂപത്തിൽ പടച്ച റബ്ബ് നിനക്ക് പല്ലുകൾ തന്നില്ലേ? ആ വായ തുറക്കാൻ പറ്റുന്നു, പൂട്ടാൻ കഴിയുന്നു. ഈ രൂപത്തിൽ നിനക്ക് പടച്ച റബ്ബ് നിനക്ക് തൊള്ള തന്നില്ലേ? അത് നിനക്ക് ചലിപ്പിക്കാൻ കഴിയുന്നു. അപ്പൊ വായിലേക്ക് നീ ഭക്ഷണം ഇട്ടാൽ ആ ഭക്ഷണം നന്നായി കഴിക്കാൻ കഴിയുന്നത് ഈ തൊള്ള തുറക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ഈ തൊള്ള തുറക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മുകൾ ഭാഗത്തും പല്ലുണ്ട്, താഴ്ഭാഗത്തും പല്ലുണ്ട്. പക്ഷേ മുകൾ ഭാഗത്തെ പല്ല് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ താഴ്ഭാഗത്ത് പടച്ച റബ്ബ് താടിയെല്ല് തിന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ അരക്കാൻ കഴിയുന്നത്, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്. മുകൾ ഭാഗത്തുള്ള ആ പല്ല് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എത്ര നോക്കിയാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, പക്ഷെ താഴ് ഭാഗത്തുള്ളത് ഇങ്ങനെ ആടുകയാണ്, മുകൾ ഭാഗത്ത് ഒന്നും അനങ്ങുന്നില്ല. അമ്മി കണ്ടില്ലേ നിങ്ങൾ? അമ്മി അരക്കുമ്പോൾ അമ്മിക്കുട്ടി കൊണ്ട് അരക്കുന്നു. അതിൽ മൈലാഞ്ചിയോ അല്ലെങ്കിൽ നമ്മളൊരു തേങ്ങയോ അരക്കുകയാണെങ്കിൽ അമ്മിക്കുട്ടി ഇങ്ങനെ അരക്കുകയാണ്. ഗ്രൈൻഡർ നോക്കൂ, അതിങ്ങനെ തിരിയാണ്, അതിന്റെ മറ്റു കല്ല് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബ് തന്ന ഈ വായ കണ്ടില്ലേ? ആ വായയിൽ നിന്റെ പല്ല് അതിങ്ങനെ ആട്ടാനുള്ള താഴ്ഭാഗത്തുള്ള താടിയെല്ല് തന്നത് കൊണ്ട് നിനക്കത് തുറക്കാൻ കഴിയുന്നു, പൂട്ടാൻ കഴിയുന്നു. ഈ രൂപത്തിൽ നിന്റെ പല്ല് അല്ലാഹു സംവിധാനിച്ചു തരുകയാണ്. ആ തൊള്ള കൊണ്ട് നീ കടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് നിനക്ക് പടച്ച റബ്ബ് നല്ല പല്ലുകൾ തന്നിട്ടുണ്ട്. ആ പല്ല് തന്നെ വ്യത്യസ്ത രൂപത്തിലാണ്. മുൻനിരയിലെ പല്ലുകൾ നോക്കൂ. പഴങ്ങൾ നീ കഴിക്കുകയാണെങ്കിൽ അതിന് നല്ല പഴങ്ങൾ കടിക്കാൻ പറ്റിയ പല്ലുകളാണ്. എന്നാലോ കുറച്ചപ്പുറത്തേക്ക് പോയാൽ ആശാരിയുടെ ഉളിയെ പോലെയുള്ള പല്ലാണ്. പിന്നെയോ കുറച്ചുകൂടെ ബാക്കിലേക്ക് പോയാലോ പരന്ന് കിടക്കുന്ന നല്ല സ്ട്രോങ് ഉള്ള അണപ്പല്ലുകളാണ്. ഒന്ന് കടിക്കാൻ, ഒന്ന് പൊട്ടിക്കാൻ, ഒന്ന് അരക്കാൻ. ഈ രൂപത്തിൽ പടച്ച റബ്ബ് നിനക്ക് പല്ലുകൾ തന്നില്ലേ? എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടി നമ്മളോട് ചോദിക്കുകയാണ്, മോനെ, എന്നാൽ പ്രസവിക്കപ്പെട്ട കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിക്ക് പടച്ച റബ്ബ് പല്ല് കൊടുത്തില്ല. എല്ലാം കൊടുത്ത റബ്ബ് എന്തേ പല്ല് കൊടുക്കാതിരുന്നത്? അതിന്റെ മറുപടി, കുട്ടിക്കെങ്ങാനും പ്രസവിച്ച ഉടനെ പല്ല് കൊടുത്തിരുന്നുവെങ്കിൽ ഉമ്മ പാല് കൊടുക്കുന്ന സമയത്ത് ഉമ്മയുടെ മുലക്ക് ആ കുട്ടി കടിച്ചു പോകും. കടിച്ചാലോ ഉമ്മയുടെ മുലക്ക് പഴുപ്പ് വരും. പിന്നെ ഉമ്മ പാല് കൊടുക്കാൻ തയ്യാറാവൂല. കടി കിട്ടിയാൽ ഒരു വട്ടമല്ലേ ആ കടി സഹിക്കുകയുള്ളൂ. പിന്നെ ഉമ്മ പാല് കൊടുക്കാൻ തയ്യാറാവുകയില്ലല്ലോ. പാല് കൊടുക്കാതിരുന്നാലോ ഉപ്പക്കത് കൊടുക്കാനും കഴിയില്ല. ഉമ്മയോ പാല് കൊടുക്കാതെ പാല് കൊടുക്കുന്ന പരിപാടി നിർത്തിവെക്കും. ഉപ്പക്കതിന് കഴിയുകയുമില്ല. പിന്നെയോ ഈ കുട്ടി പാല് കിട്ടാതെ മരിച്ചു പോകും. അപ്പൊ അതിനാൽ പ്രസവിച്ച കുട്ടിക്ക് പല്ല് ഫിറ്റ് ചെയ്തില്ല. പല്ല് ഫിറ്റ് ചെയ്യാതെ പുറത്തിറക്കിയ പടച്ച റബ്ബ് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. പിന്നീട് ആ കുട്ടിക്ക് 2 വയസ്സ് പൂർത്തിയായി. അതിനുശേഷം മെല്ലെ മെല്ലെ ഓരോ പല്ലുകളും വരാൻ തുടങ്ങി. കിട്ടിയതെല്ലാം തൊള്ളയിലിടുന്ന കാലമാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ പല്ലുകൾ കൊടുത്തു. ആ പല്ലുകളാണെങ്കിലോ സ്ഥിരമായി നിൽക്കുന്ന പല്ലുകളെല്ലാം, അത് ഇടക്കിടക്ക് പറഞ്ഞു പോരുന്ന പല്ലുകളാണ്. പിന്നീട് അത്യാവശ്യം ബോധം വന്നു. 8, 9, 10 വയസ്സുകളായാൽ പിന്നെ ആ പല്ല് പറഞ്ഞ് പിന്നെ നല്ല സ്ഥിരമായി വരുന്ന പല്ലുകൾ പടച്ച റബ്ബ് കൊടുക്കുകയാണ്. എന്നിട്ട് പടച്ച റബ്ബ് പറയുകയാണ്, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളെ ശരീരങ്ങളിലേക്കൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ചിന്തിച്ചു നോക്കുമ്പോൾ അറിയാം പടച്ച റബ്ബ് തന്ന ഓരോ അനുഗ്രഹത്തിന്റെയും വില നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോന്നും നിങ്ങൾ എണ്ണി നോക്കൂ. ഇങ്ങനെ ഓരോന്നും നീ എണ്ണി നോക്കിയാൽ നിനക്കതൊന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയും വിശാലമാണ് പടച്ച റബ്ബിന്റെ വിശാലത. ഇരിക്കട്ടെ, നമ്മളൊരു ഭക്ഷണ പദാർത്ഥം നമ്മുടെ വായിലേക്ക് ഇട്ടു. അതിങ്ങനെ നമ്മൾ കടിച്ചു, പൊട്ടിച്ചു, അരച്ചു. ഇനി അത് നമ്മുടെ വയറ്റിലേക്ക് ഇറക്കണം. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബ് നമുക്ക് നൽകിയ വലിയ സംവിധാനം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അത് നമ്മുടെ തൊണ്ടയിലൂടെ മെല്ലെ മെല്ലെ ഇറങ്ങി നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നു.
വയറ്റിലെത്തിക്കഴിഞ്ഞാലോ അവിടെ കുറച്ച് പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്നത് ആരാണ്? നമ്മുടെ ശരീരത്തിലെ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലായി പയർവിത്തിന്റെ ആകൃതിയിലുള്ള 2 വൃക്കകളുണ്ടല്ലോ. ആ 2 വൃക്കകൾ പടച്ചറബ് നമുക്ക് തന്ന വലിയ ഒരു അനുഗ്രഹമാണ്. അവ രണ്ടിലുമായി നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. 20 ലക്ഷത്തോളം നെഫ്രോണുകൾ അടങ്ങിയിരിക്കുന്നു എന്ന് സയൻസ് നമ്മോട് പറയുകയാണ്. 20 ലക്ഷത്തോളം നെഫ്രോണുകളുണ്ട്. എന്താണ് ഈ നെഫ്രോണുകൾ എന്ന് പറഞ്ഞാൽ? വൃക്കകളിൽ കാണുന്ന ചെറിയ ഫിൽട്ടറിംഗ് യൂണിറ്റുകളാണ് നെഫ്രോണുകൾ. അതിന്റെ പരിപാടി എന്താണ്? അത് രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും മൂത്രമായി പുറന്തള്ളപ്പെടുകയും ചെയ്യുകയാണ്. ഈ നെഫ്രോണുകളുടെ കൃത്യമായ പ്രവർത്തനം മുഖേനയാണ് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നത്, മാലിന്യങ്ങൾ മൂത്രമായിട്ട് പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ പടച്ച റബ്ബിന്റെ വലിയൊരു സംവിധാനം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭക്ഷണത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള ഊർജം പകർന്നു തരുന്നു. ആവശ്യമില്ലാത്തത് വേസ്റ്റായിട്ട് കാഷ്ടമായിട്ടും മൂത്രമായിട്ടും മാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തന്ന അനുഗ്രഹത്തിൽ നമ്മളൊരു ഓഫീസിൽ പോയി ഒരു 5 പൈസ ഇന്നേ വരെ ബില്ലടച്ചിട്ടില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. എന്നാലോ വൃക്കയുടെ പ്രവർത്തനം നിലച്ചു പോയാൽ, അല്ലാഹുവിന്റെ ഈ സംവിധാനത്തിന് വല്ല കുറവും പറ്റിപ്പോയാൽ പിന്നെ നമ്മൾ ഓടേണ്ടി വരില്ലേ? ഡയാലിസിസ് ചെയ്യേണ്ടി വരില്ലേ? അല്ലാഹു തന്ന ഓക്സിജൻ എങ്ങാനും നിന്ന് പോയാൽ കൃത്രിമമായ ഓക്സിജൻ നമ്മൾ വെക്കേണ്ടി വരില്ലേ? ഓരോന്നിനും എത്രയാണ് ചാർജ് കൊടുക്കേണ്ടത്? ഇപ്പൊ നമ്മൾ ഒന്നിനും ചാർജ് കൊടുക്കുന്നില്ല. അല്ലാഹു നമ്മുടെ ആഫിയത്ത് നിലനിർത്തി തരുമാറാവട്ടെ. ഭക്ഷണം സുലഭമായി നമ്മൾ കഴിക്കുന്നു. ആ ഭക്ഷണം കഴിക്കുന്നതെങ്ങാനും അല്ലാഹു ഇനി ഇവൻ കഴിക്കണ്ട എന്നങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാരെ ചെയ്യലെന്താണ്? അവന്റെ തൊണ്ടയിൽ ഒരു ദ്വാരമുണ്ടാകും. ആ ദ്വാരത്തിൽ ഒരു കുഴൽ ഫിറ്റ് ചെയ്യും. ആ കുഴലിലൂടെ നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ധാരാളം പണമുണ്ട്. പടച്ച റബ്ബ് ഇവന് ഭക്ഷണം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ പണം കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കഞ്ഞി പോലും ജ്യൂസ് അടിച്ച് കൊടുക്കുകയല്ലേ. ഇഷ്ടപ്പെട്ട ജ്യൂസുകൾ പോലും, ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകൾ പോലും നമുക്ക് വായ കൊണ്ട് തിന്നാൻ പറ്റില്ലല്ലോ. അതെല്ലാം ചെറിയ രൂപത്തിൽ ജ്യൂസാക്കിയിട്ട് കുഴലിലൂടെ അയക്കുകയാണ്. പക്ഷേ അതിന്റെ നാക്കിലൂടെ അവനക്ക് രസം കിട്ടുന്നില്ലല്ലോ. അത് നേരെ വയറ്റിലേക്കല്ലേ എത്തുന്നത്. പക്ഷേ ആ തൊണ്ടയിലൂടെ പോകുന്നതിന് എത്രയാണ് നമ്മൾ കേശടക്കേണ്ടത്? ഒരു മാസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവസാനം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് എത്രയായിരിക്കും അതിന് ഫീസ് അടക്കേണ്ടത്? ഇപ്പൊ നമ്മളൊരു ഫീസും അടക്കുന്നില്ല. ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കുന്നു, അതിന്റെ സ്വാദ് നമ്മൾ അറിയുന്നു, അതിന്റെ ടേസ്റ്റ് നമ്മൾ അറിയുന്നു. ഇഷ്ടപ്പെട്ട പൊരിച്ച ഭക്ഷണങ്ങൾ അങ്ങനെയും കഴിക്കുന്നു, ഇഷ്ടപ്പെട്ട ബിരിയാണികൾ നമ്മൾ കഴിക്കുന്നു, ഇഷ്ടപ്പെട്ട ഐസ്ക്രീമുകൾ നമ്മൾ കഴിക്കുന്നു, എന്തെല്ലാം നമ്മൾ കഴിക്കുന്നു. പക്ഷേ ഒരു വേള നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, എന്റെ റബ്ബ് എനിക്ക് തന്ന ഓരോ നിയമത്തല്ലേ, ഞാൻ വായിലേക്ക് ഓരോ ഭക്ഷണം ഇടുമ്പോഴും എന്റെ നാക്കിൽ പടച്ച റബ്ബ് രുചി അറിയാനുള്ള സംവിധാനം എനിക്ക് തന്നിട്ടുണ്ട്, മധുരം അറിയാനുള്ളത് തന്നിട്ടുണ്ട്, പുളി അറിയാനുള്ളത് തന്നിട്ടുണ്ട്. എല്ലാം തന്ന റബ്ബ് ഇത് നിലക്കാതെ എനിക്ക് എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ടല്ലോ. മോനെ, നിന്റെ ശരീരത്തിലേക്ക് നീ ഒന്ന് കണ്ണോടിച്ച് ഒന്ന് ചിന്തിക്കണേ. അപ്പൊ റബ്ബിനെ ഓർമ്മ വരും. റബ്ബിനെ ഓർമ്മ വരുമ്പോ എന്റെ റബ്ബുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. ഇനി ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണമല്ലോ. എന്റെ റബ്ബിന്റെ 99 അനുഗ്രഹവും എനിക്ക് ആഖിറത്തിൽ വാങ്ങണമല്ലോ. മുത്തഖീങ്ങൾക്ക് റബ്ബ് തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ എനിക്ക് എത്തിപ്പെടണമല്ലോ. അതിന് ഞാൻ നന്നായി ശ്രമിക്കണമെന്ന് ആലോചിച്ച് നമ്മുടെ ഖുർആനോത്തിൽ വർധനമുണ്ടാക്കണം, നിസ്കാരത്തിൽ വർധനമുണ്ടാക്കണം,
സ്വലാത്തിൽ വർധനവുണ്ടാക്കണം. നന്നായി അധ്വാനിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങണം. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ ആഫിയത്ത് നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളുടെ വൃക്കകൾക്ക് ഒരു കംപ്ലൈന്റും നീ ഉണ്ടാക്കരുത് റഹ്മാനേ. ഞങ്ങളുടെ ശരീരമാസകലോ എല്ലാ ഇടങ്ങളിലും അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തി തരണേ അല്ലാഹ്. ആഖിറത്തിൽ നീ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗീയ ഭവനം, അതിലെത്തിപ്പെടാനുള്ള അമലുകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ ഇത്തരം നല്ല മജ്‌ലിസുകളിൽ വന്നിരുന്നത് കൊണ്ട് ഖുർആനിന്റെ വിശദീകരണങ്ങൾ കേട്ടെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്ന് ഞങ്ങളുടെ ജീവിതം നീ മെച്ചപ്പെടുത്തി തരണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. യാ കർമ്മബിത്ത് ചൊല്ലണം. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരുമാറാകട്ടെ. يا أكرم الخلق ما لي من آلوذ به سواك عند حلول حديث العمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يغيب رسول الله جاهك به إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في غفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمتها حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك الخلق كلهم يا ربي واجعل رجائي غير منعكسي لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا خير والطف بعبدك في دارين إن له صبرا ما تعتذره الأهوال ينهزم مولاي صل وسلم دائما أبدا خير الخلق كلهم وذل صحبي صلاة منك دائمة على النبي بمهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل
وصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك للخلق كلهم عذبت الباني ريح صبا وأتراب العيسى للعيسي بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان بالكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي سلم دائما أبدا الله على حبيبك خير الخلق كلهم الله قبولك الله يبارك പ്രാർത്ഥിക്കണം ചായ തരടുത്ത പേര് അങ്ങനെ അലി അലി മുഹമ്മദ് അലി മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യുന്നു. നീ ആ ഉപ്പക്കും കുടുംബത്തിന് ക്ഷമ കൊടുക്കണം അമ്മ, മകന് നീ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ അടുത്ത ക്ലാസ്സിൽ ചായ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാൻ. ഇന്നത്തെ ചായ ഒരു സഹോദരൻ്റെ വകയാണ്, പേര് പറയേണ്ട പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളും നീ റാഹത്ത് കൊടുക്കണം അല്ലാഹ്. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അതിൻ്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും റാഹത്തും സന്തോഷവും കൊടുക്കണം അല്ലാഹ്. നമ്മൾ 2 ദിവസം മുമ്പ് ഒരാൾ വല്ലാത്തൊരു വിഷമം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകന് SSLC കഴിഞ്ഞു. SSLC കഴിഞ്ഞതിന് ശേഷം ചില്ലറ പണിക്കൊക്കെ പോകും. അങ്ങനെ പണിക്കൊക്കെ പോയി അദ്ദേഹം ഞാൻ പണിക്ക് പോകുകയാണെന്ന് പറഞ്ഞാൽ പണിക്ക് പോയിക്കോട്ടെ, ഒരാൾ പണിക്ക് പോകുന്നത് നല്ലതാണല്ലോ എന്ന് കരുതി വടകര ഭാഗത്ത് പണിക്ക് പോയി. അതിൻ്റെ ശേഷം തിരിച്ചു വന്നു. പിറ്റത്തെ ദിവസം വീട്ടിൽ നിന്ന് എല്ലാ ഡ്രസ്സുകളും ഒക്കെ നേരത്തെ സെറ്റാക്കി
ബാഗൊക്കെ എടുത്ത് വേറൊരാളെ കൊണ്ടത് കൊണ്ടുപോയി. വീട്ടുകാരതൊന്നും അറിയില്ല. പിറ്റേ ദിവസം സാധാരണ പോലെ സാധാരണ വേഷം ഇട്ടിട്ട് ഞാൻ പണിക്ക് പോകുകയാണെന്ന് പറഞ്ഞു പോയതാണ്. ഒരു ദിവസം കാണുന്നില്ല. അവസാനം ആകെ ബേജാറായി. അവസാനം ആ കുട്ടിയുടെ പഠിപ്പിച്ച ഒരു ടീച്ചർ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഒരു ബന്ധമുണ്ട്, അങ്ങനെ കുട്ടി പോയി എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കുട്ടിയുടെ പിതാവ് സങ്കടത്തോടുകൂടെ കരയാണ്, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ആകെ വിറക്കാണ്. അവസാനം കുട്ടി മിസ്സായി എന്ന് പറഞ്ഞ് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതിന് ഇവർ അന്വേഷിച്ചു. അവസാനം ഒരു വൈകുന്നേരം ഒരു 7 മണി ആയപ്പോൾ വടകരയിൽ നിന്ന് പോലീസ് വിളിച്ചു. ഇവിടുത്തെ ഏതൊരു കൗൺസിലറിനെ വിളിച്ചു. അപ്പോൾ വടകര നിന്ന് ഒരു കുട്ടി മിസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ്റെ വല്ലാത്ത വിഷം എന്ന് പറഞ്ഞു, അതൊരു ഹിന്ദു പെണ്ണാണ്, നമ്മളതാണെങ്കിൽ മുസ്ലിം വ്യക്തി. അപ്പോൾ ആ മനുഷ്യൻ്റെ ഗതി എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു അത്തരം ദുരനുഭവങ്ങളിൽ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അദ്ദേഹം സങ്കടത്തോടുകൂടെ പറഞ്ഞാൽ അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും നമ്മുടെ കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ചുറങ്ങുന്നു അതിനുള്ള വഴി കാണിച്ചു തരുമാറാകട്ടെ. അന്യമതസ്ഥരുമായി അന്യ സ്ത്രീയുമായി ബന്ധമുണ്ടാകുന്നതിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ഉമ്മമാർ കണ്ടെത്തുന്ന വരൻ കണ്ടെത്തുന്ന വധു അത് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു നല്ലൊരു ബുദ്ധി എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. ഒരു 10 തഹ്ലീൽ എല്ലാവരും ചൊല്ലണം. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله. الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. أرحم الراحمين يا الله. സുബ്ഹി നിസ്കരിച്ച് ഈ സമയം വരെ എൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞു. റബ്ബേ, അത് മുഖേന ഞങ്ങളുടെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്, തഖ്വ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നീ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത് റബ്ബേ. ഞങ്ങളതൊന്നും ആലോചിക്കാതെ ദുനിയാവിൻ്റെ പളപ്പളപ്പടിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഒരു ബാങ്ക് കേൾക്കുമ്പോഴെങ്കിലും നിന്നെ ഓർമ്മ വന്ന് നിനക്ക് മുമ്പിൽ സുജൂദ് ചെയ്ത് നിനക്ക് മുമ്പിൽ ഖുർആൻ ഓതി നിസ്കരിച്ച് അതിലൂടെ ഞങ്ങൾക്ക് ഈമാനികമായ അന്തരീക്ഷം തന്ന് ഞങ്ങളുടെ ഖൽബൊന്ന് നന്നാക്കി തരണേ റഹ്മാനെ. ഈമാനികമായ ചൈതന്യം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. ആഖിറു സമാനിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ വിശുദ്ധമായ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു തീക്കണൽ കൈവെള്ളയിൽ പിടിക്കും പോലെ ആയിരിക്കുമെന്ന് നിന്റെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഈമാനിന് ഒരു ലവലേശം ചാഞ്ചല്യമില്ലാത്ത ഈമാൻ ഞങ്ങൾക്കൊക്കെ തരണേ റഹ്മാനെ. നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വാരിക്കോരി ചൊരിഞ്ഞു തരണേ റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ നീ മാപ്പാക്കണേ അല്ലാഹ്. വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. ഒരു വെള്ള വസ്ത്രം കഴുകി ശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധീകരിച്ചു തരണേ റഹ്മാനെ. ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആത്മീയ ചൈതന്യം തന്ന് ഞങ്ങളെ നീ പറഞ്ഞേക്കണേ അല്ലാഹ്. ഓരോ ആഴ്ചയിലും ഞങ്ങൾക്ക് റീചാർജ് കൂട്ടാൻ പറ്റുന്ന രൂപത്തിൽ ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂലാക്കി തരണേ അല്ലാഹ്. നീ കബൂലാക്കി തരണേ അല്ലാഹ്. നിന്റെ ഖുർആൻ ധാരാളം പറയാൻ ധാരാളം അത് കേൾക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. നിന്നെ കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. കടങ്ങളൊക്കെ നീ വീട്ടി തരണേ റഹ്മാനെ. റബ്ബേ, ഈ സദസ്സിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. എന്താണ് അവരുടെ ഖൽബിലുള്ള ഉദ്ദേശങ്ങൾ എല്ലാം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എല്ലാ കടങ്ങളും നീ വീട്ടി തരണേ റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് ഒരാൾക്കും ഒരു ഹക്ക് ഇടപാടില്ലാതെ ഒരു രൂപ പോലും കടമില്ലാത്തവരായി റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ തൗബ ചെയ്ത് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. അവസാനം ഞങ്ങളെ ആരെയും ഞങ്ങളുടെ ശരീരം മറ്റുള്ളവർക്ക് ഭാരമാക്കുന്ന വിധത്തിൽ ഞങ്ങളെ കിടത്തരുത് റഹ്മാനെ. കട്ടിലിൽ കിടന്ന് ഞങ്ങളുടെ കാഷ്ണവും മൂത്രവും ഒഴിച്ച് ഈ പിതാവ് ഈ ഉമ്മ ഒന്ന് മരിച്ചാൽ എന്ന് കരുതുന്ന രൂപത്തിൽ ഞങ്ങളെ കിടത്തി പരീക്ഷിക്കരുത് റഹ്മാനെ. അർഹമുർ-റഹീമായ അല്ലാഹ്, മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ നീ രോഗങ്ങളിൽ നിന്ന് ഫഖീർമാരാക്കില്ല റബ്ബേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നീ ചൊരിഞ്ഞു തരണേ റഹ്മാനെ. ആവശ്യമാകുന്ന സംഗതികളെല്ലാം ആവശ്യമുള്ള സമയത്ത് നീ ചൊരിഞ്ഞു തരണേ റഹ്മാനെ. എല്ലാ വിഷയങ്ങളിലും ഫത്ഹ തരണേ റഹ്മാനെ. സലാമത്ത് തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ജമ്മിൽനാ ബിൽ ആഫിയതി വസ്സലാമ വഹഖിഖ് ബിത്തഖ്വ വൽ ഇസ്തിഖാമ വഅഇദ്നാ മിൻ മുജിബാതിൻ നദാമതി യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന واجعلنا من عبادك الصالحين. اللهم طهر قلوبنا يا مطهر القلوب. اللهم نقر قلوبنا بنور معرفتك يا أكرم الأكرمين يا أرحم الراحمين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة في ليلة الجمعة أو في نهارها يا رب العالمين. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله لا إله إلا الله لا إله إلا الله. توفنا مسلمين وألحقنا بالصالحين واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله.